ശ്രീ കെ എം ഷാജി, താങ്കളുടേതായ ഒരു ചിത്രം പുറത്തു വന്നിരിക്കുന്നു. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി, ഒരു യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ പോലീസ് അന്വേഷിക്കുന്ന കേസിലെ പ്രതിയോടൊപ്പം താങ്കൾ ഷോറൂമിൽ നിന്ന് ഒരു കാർ പുറത്തേക്ക് ഇറക്കുന്ന ചിത്രമാണ് പുറത്തു വന്നത്. എന്താണ് ഇതിലെ സത്യാവസ്ഥ? എന്താ സത്യാവസ്ഥ? എന്താ പ്രശ്നം? എന്താ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം മനസ്സിലായത്? എന്താ സത്യാവസ്ഥ? അതായത് ഒരു യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലെ പോലീസ് അന്വേഷിക്കുന്ന പ്രതിയാണ്. ആ പ്രതിയെ പിടികൂടാൻ ഇനിയും പോലീസിനായിട്ടില്ല. അത് രാഷ്ട്രീയ സമ്മർദ്ദം മൂലമാണെന്നാണ് ആരോപണം. അയാളുമായി അടുത്ത ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന ഒരു ചിത്രമാണ് ഇപ്പോൾ കാണുന്നത്. ചിത്രത്തിന്റെ കാര്യം അദ്ദേഹമായിട്ടൊന്നല്ല, ഒരുപാട് ആളുകൾ നമ്മളുമായിട്ട് സുഹൃബന്ധമുണ്ട്, നമ്മളുമായിട്ട് അറിയുന്ന ആളുകളുണ്ട്, നമുക്ക് പരിചയമുള്ള ആളുകളുണ്ട്, നമ്മളുടെ കുടുംബത്തിൽ വരുന്ന ആളുകളുണ്ട്. എനിക്ക് ഒരുപാട് ജമാഅത്ത് ഇസ്ലാമിന്റെ സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അവരുടെ കൂടെയുള്ള ഫോട്ടോ ഉണ്ട്. എന്ന് വെച്ചാൽ ഞാനൊരു രാജ്യദ്രോഹിയും ഒരു കൊള്ളരുതാത്തവനൊന്നും അല്ലല്ലോ. ഇവിടെ നിങ്ങളുടെ പ്രശ്നം എന്താണ്? ഇയാൾ പോലീസ് പ്രതിയാണോ? അയാളെ പോലീസ് പിടിക്കട്ടെ. എന്റെ ഫോൺ കോൾ ഉണ്ട്, എന്റെ പോലീസ് ബന്ധങ്ങളെ കുറിച്ച് ജനങ്ങൾക്കറിയാം, എന്റെ ഇൻഫ്ലുവൻസിനെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അറിയാം. അത് അന്വേഷിക്കട്ടെ. അത് വരുന്ന സമയത്തല്ലേ മറുപടി വരേണ്ടത്. ഞാൻ ഒരാളുമായിട്ട് കൂടെ നിൽക്കുന്നതോ ഫോട്ടോ എടുക്കുന്നതോ അവരുടെ കൂടെ യാത്ര ചെയ്യുന്നതോ അത് ഈ രാജ്യത്തെ, ഇന്ത്യ രാജ്യത്തെ കുറ്റകൃത്യമല്ല. നിങ്ങൾ മാധ്യമത്തിന്റെ ആളുകളുടെ പ്രശ്നം, ജമാഅത്ത് ഇസ്ലാമിയുടെയും മീഡിയ കേസിൽ പോലീസ് അന്വേഷിക്കുന്ന പ്രതി ബാബു ഒരു കുപ്രസിദ്ധനായ സ്വർണ്ണക്കടത്തുകാരനാണെന്ന ടെസ്റ്റിമോണി നൽകുന്നത് ഇവിടെ മുൻ SP ആയിരുന്ന സുഭാഷ് ബാബുവാണ്. അദ്ദേഹം തന്നെ പറയുന്നു, പോലീസിൽ നിന്നുള്ള വിവരമനുസരിച്ച് അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ള ഒരു സ്വർണ്ണക്കടത്തുകാരനാണ് ബാബു എന്ന്. അദ്ദേഹത്തോടൊപ്പമാണ് താങ്കൾ ഇരിക്കുന്നത്. സുഹൃത്തെ, നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകല്ല. ഇന്ന് മാതൃഭൂമി പത്രം നോക്കിയാൽ എന്റെ ഒരു ലേഖനമുണ്ട് ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ. അതിന്റെ പ്രതികരണവും ആയി നിങ്ങൾ മീഡിയ വണ്ണ് എന്റെ സ്വത്ത്, എന്റെ കുടുംബം, എന്റേത് നോക്കി നടക്കുന്ന കുറെ ആയില്ലേ. നിങ്ങൾക്ക് അതിനെ നിയമപരമായി താങ്കൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, പൊതുപ്രവർത്തകനാണ്. ഇന്ന് രാവിലെ 5 മണിക്ക് പുറത്തു വന്നൊരു പത്രത്തിലെ ലേഖനത്തിന് പ്രതികരണമായി താങ്കൾക്കെതിരെ ഒരു വാർത്ത സൃഷ്ടിക്കാൻ ഇത്ര മണിക്കൂറുകൾ മീഡിയ വണ്ണ് സാധിക്കുമെങ്കിൽ മീഡിയ വൺ അമാനുഷ്യ ശക്തിയുള്ള ആളുകളുടെ ഒരു കൂട്ടമായിരിക്കണം. കുറച്ചുകൂടി വസ്തുനിഷ്ഠമായ കാര്യങ്ങളോട് പ്രതികരിക്കും. നിങ്ങൾ എന്താ മാനുഷികത? എന്റെ കൂടെ ഒരാളുടെ ഫോട്ടോ കൊടുക്കാൻ നിങ്ങൾക്ക് ഭയങ്കര റിസർച്ച് വേണോ? നിങ്ങൾ എന്താ പറയണത്? എന്ത് റിസർച്ചും എന്ത് മീഡിയ സ്വാധീനമുള്ളത്? ഞാൻ നിങ്ങൾക്ക് ബാബുവിന്റെ കൂടെയുള്ള കൂടെ ഫോട്ടോ തരാം. ഈ ഫോട്ടോ അല്ല, എന്റെ വീട്ടിൽ ബാബു ഇരിക്കുന്ന ഫോട്ടോ, ബാബുവിന്റെ വീട്ടിൽ ഞാൻ പോയിരിക്കുന്ന ഫോട്ടോ, ഇത് ഞാൻ അങ്ങോട്ട് തരാം. നിങ്ങൾ പുറത്ത് വിട്ടു എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ദാവൂദ് മേമന്റെ കൂടെ ഇരിക്കണം, അതിനാണല്ലോ നിങ്ങളുടെ പ്രതികരണം. നിങ്ങൾ എന്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ജനങ്ങളിൽ എന്നിൽ അർപ്പിച്ച വിശ്വാസം അനുസരിച്ചിട്ട് ഞാൻ ദുരുപയോഗം ചെയ്തു എന്നതിന്റെ ഒരു തെളിവ് കൊണ്ടുവാ. അത് കൊണ്ടുപോവാ. എന്റെ ഫോൺ കോൾ, ഒരു പോലീസ് ഓഫീസറെ വിളിച്ചത്, ഒരു പോലീസ് ഓഫീസറോട് സംസാരിച്ചത്, അത് നിങ്ങൾ കൊണ്ടുപോവാ. എനിക്കെന്താ പ്രശ്നം? അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ചോദ്യത്തിന് മറുപടി പറയും. നിങ്ങൾ ഈ അന്താരാഷ്ട്ര എന്താണ് പിന്നെ ദാവൂദ് മേമന്റെ കൂടെ ഞാൻ ഇന്ന പോലെയാണല്ലോ വലിയ ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ അങ്ങോട്ട് തരാം. വെറുതെ മീഡിയ വണ്ണിന്റെ പ്രവർത്തകന്മാരെ ബുദ്ധിമുട്ടണ്ട, ഞാൻ ഫോട്ടോ അങ്ങോട്ട് തരാം. അല്ല കെ എം ഷാജി, താങ്കൾ പറയുന്നത് ഈ ബാബുമായിട്ട് താങ്കൾക്ക് വ്യക്തിബന്ധമുണ്ട് എന്ന് തന്നെയാണ്? വ്യക്തിബന്ധമുണ്ട്, അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഫോട്ടോ കിട്ടി. അല്ലാണ്ട് നിങ്ങൾ മോർഫ് ചെയ്താന്ന് ഞാൻ പറഞ്ഞോ? നിങ്ങൾ ആ ബാബുവായിട്ട് എനിക്കറിയാം, ബാബു പിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം, ബാബു എന്റെ അടുത്ത് വന്നിട്ടുണ്ട്, ഞാൻ ബാബുവിനെ കാണാറുണ്ട്. അതെന്താ വലിയ സംഭവം? എന്താണ് നിങ്ങൾ കേസിനെ കുറിച്ച് സംസാരിക്ക്? ബാബു ക്രിമിനൽ ആണെങ്കിൽ ബാബുവിനെ പിടിക്ക്, ബാബുവിന്റെ കുറ്റവാളി ആണെങ്കിൽ ബാബുവിനെ നിങ്ങൾ ഇത് അല്ലാതെ ബാബുവിന്റെ കൂടെയുള്ള ഫോട്ടോ വെച്ചിട്ട് നിങ്ങൾ ഭയങ്കര സംഭവമായിട്ട് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഫോട്ടോ നിങ്ങൾക്ക് ഒരു ഫോട്ടോ വെച്ച് കളിക്കുന്നത്, ഒരുപാട് ഫോട്ടോ എന്റെ കയ്യിലുണ്ട്, ഞാൻ നിങ്ങൾക്ക് തരാം. ശ്രീ ഷാജി, താങ്കൾ ഈ ബാബുമായിട്ടുള്ളത് ബിസിനസ് ബന്ധമാണോ അതോ കേവലം വ്യക്തിബന്ധമാണോ? മീഡിയ വന്ന് എന്നെ കണ്ടുപിടിക്കും. ബിസിനസ് ബന്ധം കാണുന്നവരോട് ചിരിക്കുന്നതുകൊണ്ടൊക്കെ ബിസിനസ് ബന്ധത്തിന്റെ ഏർപ്പാടൊന്നും ഷാജിക്കില്ല. അതൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ രേഖ ഉണ്ടാവും. നിങ്ങൾ ആ രാജി വളഞ്ഞ ചോദ്യം ചോദിച്ചിട്ട് എന്നെ ബുദ്ധിമുട്ടിക്കാതെ വിചാരിക്കണ്ട. അതൊന്നും നടക്കണ കാര്യമല്ല. റൈറ്റ്, കാര്യങ്ങൾ വ്യക്തമാവാൻ വേണ്ടിയാണ് ഷാജി. ഇതിൽ ഈ വ്യക്തിപരമായ ഒന്നും തന്നെയില്ല. താങ്കൾക്ക് വിശദീകരിക്കാനുള്ള സമയം തരുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ഒന്നുമില്ല എന്ന് എനിക്കറിയാം സുഹൃത്തെ, ഒന്നുമില്ല. നിങ്ങൾക്ക് മുതൽ മുടക്കിയവർക്ക് താല്പര്യമുണ്ട്, അത്രേ ഉള്ളൂ. റൈറ്റ്, നന്ദി ഷാജി. ഇപ്പോൾ